മോർണിംഗ്. എല്ലാവരും ബുക്കൊക്കെ എടുക്കുക. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് വേണം ഇരിക്കാൻ. ഇത് ഭയങ്കര ടഫായിട്ടുള്ള പോർഷനാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ കിടന്ന് ആരും ബഹളം ഉണ്ടാക്കാൻ പാടില്ല. എല്ലാവരും ബുക്കൊക്കെ എടുക്കുക. പെട്ടെന്നാവട്ടെ. മനസ്സിലാവുന്നില്ലല്ലോടി. എടി എനിക്കൊന്നും മനസ്സിലാവുന്നൊന്നും ഇല്ല. ഇത് ഷോയാടി ഇവർക്ക്. ഈ സ്കൂളിൽ ഇവര് മാത്രമേ ഉള്ളൂ ഇങ്ങനെ. ബാക്കി മിസ്സുമാരെല്ലാം നല്ലത്. ഇവർക്ക് ഏത് നേരം പഠിപ്പിച്ചാൽ മതി. ഇല്ലടി, വന്ന് പഠിപ്പിക്കാൻ അങ്ങോട്ട് തുടങ്ങും. റെസ്റ്റ് പോലും തരത്തില്ല. എനിക്ക് തീരെ ഇഷ്ടമല്ല ഇവരെ. അല്ല, സസ്പെൻഷനും കിട്ടി പോയില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. Tony withdraws 6,000 at the middle of every month. നിങ്ങൾ രണ്ടും കുറേ നേരമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കുറേ നേരമായിട്ട് നോട്ട് ചെയ്യുന്നു. ഇപ്പം നിർത്തുമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഭയങ്കര സംസാരമാണ്. ഇതിന് മാത്രം നിങ്ങൾക്കാണ് സംസാരിക്കാനുള്ളത്? ഞാനിവിടെ പഠിപ്പിക്കുന്ന കണ്ടില്ലേ? ഞാൻ എന്ത് കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? രണ്ടുപേരുടെ സംസാരം എനിക്ക് ക്ലാസ് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്താണ് നമ്മുടെ പ്രശ്നം? അത് മിസ്സേ, ഒരു അതുമില്ല, ഒരു ഇതുമില്ല. നീ ആയാ കൂടുതൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടേ. നീ ആണല്ലോ ഭയങ്കര സംസാരം. അല്ലെങ്കിൽ എന്റെ ക്ലാസ്സിൽ നിനക്ക് എപ്പോഴും ഉള്ളതാ സംസാരം. പൊക്കോ, ക്ലാസ്സിൽ ഇറങ്ങി പൊക്കോ. ഡിസ്റ്റർബൻസ് ആണ്, ഇറങ്ങി പൊക്കോ. ഒന്നും പറയണ്ട. ഇവിടെ ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ പഠിക്കണം. സംസാരിക്കേണ്ടവരൊക്കെ ക്ലാസ്സിന് വെളിയിൽ. ഞാൻ പോവും. എനിക്ക് എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഇരിക്കാൻ താല്പര്യമൊന്നുമില്ല. എന്തോ എന്നോട് പറയുന്നത്? ഒരു സ്റ്റുഡന്റ് പറയുന്ന കാര്യമല്ലേവാണിത്. ഇത് എന്ത് ശീലമാണ്? എന്ത് അഹങ്കാരം വേണം? വീട്ടിലെ സ്വഭാവമാണെന്ന് തോന്നുന്നു ഇവിടെ വന്ന് കാണിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ ഇനി ഇരിക്കണമെങ്കിൽ പേരൻസിനെ വിളിച്ചോണ്ട് വന്നേ പറ്റത്തുള്ളൂ. ഇത്രയും നേരം ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബെല്ല് പഠിച്ചു. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് നാളെ എടുക്കാം. അപ്പോഴത്തേക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പോവാം. ഭാഗ്യം, ബെല്ലടിച്ചടി. അതെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരെന്നെ പുറത്താക്കിയില്ലേ? അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താ മിസ്സേ വിളിച്ചത്? മിസ്സിനെ കുറിച്ചൊരു പരാതി കേട്ടിട്ടുണ്ടോ? മിസ് ക്ലാസ്സിലെ കൊച്ചിനെ എന്തോ മാനസികമായി പീഡിപ്പിച്ചെന്നൊക്കെയാ പറയുന്നത്. അതിന്റെ അമ്മ വിളിച്ച ഒരേ കാര്യത്തില്ല. അതെന്തോ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നൊക്കെയാ പറയുന്നത്. എന്റെ പോലും മിസ്, എനിക്കൊന്നും അറിയില്ല. ഞാൻ പിള്ളേരെ ജസ്റ്റ് വഴക്ക് പറഞ്ഞത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ്സിൽ ഭയങ്കര അലമ്പിട്ടിട്ട് വഴക്ക് പറഞ്ഞു അത്ര ഉണ്ടായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ല. അവരെന്തായാലും മോളിലോട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. മിസ്സിന് എന്തായാലും സസ്പെൻഷൻ കിട്ടും. മിസ്സിനെ കുറിച്ച് ഞാൻ എന്തായാലും എങ്ങനെ വിചാരിച്ചില്ല. വളരെ മോശമായി പോയി. അധ്യാപകർ മാതൃകയാവുക ചെയ്യേണ്ടത്. എനിക്കറിയത്തില്ല മിസ് ഒന്നും പറയണ്ട. മിസ് പൊക്കോ. എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ക്ലാസ്സിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. അവളുടെ ഫ്രണ്ട്സിന് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. സ്കൂൾ മൊത്തം ഇപ്പോൾ പാട്ടായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇനി ഒരു 15 ദിവസത്തേക്ക് അവൾ എന്നെ സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ഞാനിനി ക്ലാസ്സിൽ ഉണ്ടാകത്തില്ല. എൻ്റെ ഒരു ലൈഫ് ഇത്രയും വലിയൊരു ഈ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. അതെനിക്ക് ഭയങ്കര വിഷമമായി. സ്റ്റുഡൻസിന് നല്ലത് പറഞ്ഞത് മാത്രമേ ഞാൻ എപ്പോഴും ക്ലാസ്സിലോട്ട് പഠിപ്പിക്കാൻ വരുമ്പോൾ എൻ്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു കുട്ടീനെ ടാർഗറ്റ് ചെയ്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും വരണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒരുപാട് വിഷമമുണ്ട്.